പല ആളുകളുടെയും പ്രോബ്ലമാണ് DVRൻ്റെ പാസ്വേഡ് മറന്നു പോകുക എന്നുള്ളത്. ഇന്ന് CP+DVRൻ്റെ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ എങ്ങനെ അത് റീസെറ്റ് ചെയ്ത് റിക്കവർ ചെയ്തെടുക്കാമെന്നുള്ള വീഡിയോ ആണ്. 2 മിനിറ്റിനുള്ളിൽ തന്നെ വളരെ ഈസിയായി നമുക്ക് റിക്കവർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ DVR മോണിറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം പാസ്വേഡിൽ നമ്മൾ കറക്റ്റ് പാസ്വേഡ് അറിയുന്ന പാസ്വേഡ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഓക്കെ അടിക്കുമ്പോൾ ഇൻവാലിഡ് പാസ്വേഡ്, നമ്പർ ഓഫ് ടൈംസ് അറ്റംപ്റ്റും വളരെ കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്കൊരുപാട് പാസ്വേഡ് അടിച്ച് നമുക്കത് അറ്റംപ്റ്റ് ക്ലോസ് ചെയ്ത് പലർക്കും അപ്പോൾ ഇതായിരിക്കും ഇനി എങ്ങനെ ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഒരു ടെക്നീഷ്യനൊക്കെ കോൺടാക്റ്റ് ചെയ്യേണ്ടി വരും. വളരെ ഈസിയായി നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ DVR ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ PCB ബോർഡ് കാണാൻ പറ്റും. അപ്പോൾ ആ PCB ബോർഡിൽ നമുക്ക് എൻഡിൽ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതായത് PCB ബോർഡ് നന്നായിട്ട് അടുത്ത് പിടിച്ച് നമ്മൾ നോക്കുക. അതിൻ്റെ അടുത്ത് തന്നെ J1 എന്ന് പറഞ്ഞ 2 പോർട്ട് കാണാം. നിങ്ങൾക്ക് കാണാം ആ സ്ക്രൂവിൻ്റെ അവിടെ നമുക്ക് J1 എന്ന് എഴുതിയിട്ട് 1 2 എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ആ പോർട്ട് ഷോർട്ട് ചെയ്ത് കൊണ്ടാണ് നമ്മളിത് റീസെറ്റ് ചെയ്യേണ്ടത്. ആ 2 പോർട്ട് നമ്മൾ ഷോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെറിയൊരു വയർ, അതായത് ചെറിയൊരു സ്ട്രിപ്പ് ചെയ്ത ഒരു വയർ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് അതിൽ നമ്മൾ എന്ത് ചെയ്യുക, കോണ്ടാക്റ്റ് കറക്റ്റ് 2ഉം 1ഉം 2ഉം ഷോർട്ട് ചെയ്യുക. ഷോർട്ട് ചെയ്ത് പിടിച്ചതിന് ശേഷം ആണ് നമ്മളത് റീസെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഷോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പവറൊന്നും ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കറക്റ്റ് പിടിച്ചതിന് ശേഷം നമ്മൾ ഈ പിന്ന് അഡാപ്റ്റർ ഇതിലോട്ട് കണക്റ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക നമ്മൾ പവർ കൊടുത്തതിന് ശേഷം. അതിനുശേഷം ഈ ഷോർട്ടിംഗ് വയർ എടുക്കുക. അതിനുശേഷം നമ്മുടെ മോണിറ്റർ നമുക്ക് നോക്കിയാൽ ഇതുപോലെ ഡിസ്പ്ലേ വരുന്നത് കാണാം. ഡിസ്പ്ലേയിൽ സാധാ പോലെ എന്ത് ചെയ്യുക, നമ്മൾ പാസ്വേഡ് അടിക്കുക, അതുപോലെ തന്നെ കൺഫേം പാസ്വേഡ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് കോൺഫിഗറേഷനും കൂടെ ഒന്ന് നോക്കാം. നമ്മൾ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കൺഫേം പാസ്വേഡും കൂടെ ഇതിൽ കൊടുക്കുക. അപ്പോൾ സാധാ കോൺഫിഗറേഷൻ ചെയ്യുന്ന പോലെ തന്നെ കൊടുക്കുക. അതിനുശേഷം പാറ്റേൺ ചോദിക്കും. CP+ ഫസ്റ്റ് പാസ്വേഡിന് ശേഷം പാറ്റേൺ ചോദിക്കുമ്പോൾ നമ്മളൊരു പാറ്റേൺ കൂടെ കൊടുക്കുന്നു. ഇവിടെ നമ്മളെല്ലാം കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ അത് ബോക്സിൽ അൺടിക്ക് ചെയ്ത് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആവശ്യമുള്ളവർക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ അൺടിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം നമുക്ക് ഡേറ്റ് ആൻഡ് ടൈമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഡേറ്റ് കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ സമയം കൊടുത്തതിന് ശേഷം ടൈം സോണും സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യാമറസ് എല്ലാം സ്ക്രീനിൽ കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ CCTV മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും CP+DVR ഉപയോഗിക്കുന്നവർക്കും വളരെയധികം ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ടെക്നിക്കൽ വീഡിയോസിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക്നിക്കൽ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്